എന്തിനാണ് ആരെങ്കിലും തടഞ്ഞു കിട്ടണ്ടേ? ബുക്കിംഗ് ചെയ്ത ആൾക്കാണെങ്കിൽ കണക്കായ ആളെയും കിട്ടുന്നില്ല. എന്തെന്ന് കഴിഞ്ഞ മാസം ആകെ 3 ബുക്കിംഗ് നടന്നു. അതിൻ്റെ അപ്പുറത്തെ മാസം ബുക്ക് ചെയ്ത് 5 അകത്ത് 4 കല്യാണം കഴിഞ്ഞ് രക്ഷപ്പെട്ടില്ലേ? രക്ഷപ്പെട്ട് ഏടാ അതിൽ 3 ഡൈവേഴ്സായി. ആ 3 വലിയൊരു ബഡ്ജറ്റ് ഇവിടെ തരാനുണ്ട്. അതിൻ്റെ കാര്യം പോക്കായി. അതിന് ഇടക്കിട്ടെ വെറും ചെലവ് അല്ലാണ്ട് വേറെ എന്ത് കാര്യം? നമുക്ക് ചെലവില്ലല്ലോ. എനിക്കത് ചെലവില്ലാണ്ട് ഇങ്ങോട്ടൊന്നും വരവ് വേണ്ടേ? ആശാത്ത് എടുത്തുണ്ടോ? ഇവിടെ വീട് ആരെങ്കിലും വരവ് വേണ്ടേ? എന്നെങ്കിലും എനിക്ക് ചെലവിനെ എടുത്ത്. ആശാനെ ഫോൺ വന്നിട്ടുണ്ട്. ഫോൺ എടുക്കാം. അതാ വെറും മുകളിൽ മാത്രം. അതങ്ങനെയാണ്. ഹലോ, അതെ, ഇണക്കുരുവികൾ മാരേജ് ബ്യൂറോ. പ്രൊപ്പറേറ്റർ ഇടിയുണ്ട്, ആശാന ഇടിയുണ്ട്. അല്ല, ആശാന് ചവിട്ടി തിരുമെല്ലാം കഴിഞ്ഞുകൊണ്ട് റെസ്റ്റില്ല. അധികം ഒച്ച സംസാരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ശരിയാക്കാലോ. വയസ്സ് ചെറിയതാവണ്ടേ? ശരിയാക്കാം. എല്ലാം ശരിയാക്കി. നിങ്ങളുടെ ഡിമാൻഡ് എന്തോ അതൊക്കെ നമ്മൾ ശരിയാക്കി തരൂലേ? ശരി, അങ്ങോട്ട് തിരിച്ചു വിളിക്കേ. ശരി, ഓക്കെ. ചെറിയൊന്നും ആവൂലേ? എന്റെ ആശാന, ഇതൊരു അടിപൊളി ടീമാ വന്നിരിക്കുന്നത്. അടിപൊളി ടീം. നീ പിന്നെ ചെറിയ ബഡ്ജറ്റ് അത് ഞാൻ പറഞ്ഞുതരാം. ഇത് നടത്തി കൊടുത്താൽ നമ്മൾ രക്ഷപ്പെട്ടു. എന്താണ് ഡിമാൻഡ് സംഭവമുണ്ട്. അതായത് ചെക്കന പെണ്ണ ചെക്കനാണ്, പെണ്ണല്ല. ചെക്കന് വാക്കല്ലെന്ന് തല പറഞ്ഞു പോന്നു. എന്റെ ആശാനെ, ഒരു കക്ഷി ഇങ്ങോട്ട് വിളിച്ചല്ലേ, അതിന്റെ ഇതുകൊണ്ട് വിളിച്ചു വേറെ വന്നു പോയതാ. നീ ചെറിയ സംഖ്യ എന്നല്ലേ? ചെറുതൊന്നുമില്ല. അത് ശരിയായി കഴിഞ്ഞാൽ നമുക്ക് വലുത് കിട്ടൂ. പോരെ? ശരി. ശരി. അപ്പൊ ചെക്കൻ്റെ ഒന്നിന് ഡിമാൻഡ് ഉണ്ട്. ഡിമാൻഡ് കൃത്യമായിട്ടുണ്ടെങ്കിൽ സംഭവം നടക്കും. ചെക്കൻ ഇപ്പൊ 27 വയസ്സായി. 20 വയസ്സുള്ള പെണ്ണ് വേണം. 20 വയസ്സ്. അതായത് കല്യാണ സമയത്ത് പെണ്ണിന് 20 വയസ്സായിരിക്കണം. കല്യാണ സമയത്ത് പെണ്ണിന് 20 വയസ്സായിരിക്കണം. 2 കല്യാണം കഴിക്കാൻ പറ്റും. ഇങ്ങനെ എന്താ ആശാൻ എന്ത് വർത്താനം പറഞ്ഞു? 2 കല്യാണം കഴിക്കാനാ? വയസ്സ് കറക്റ്റ് മനസ്സിലായി. 2 കല്യാണം കഴിച്ചാൽ 2 സീതനം വാങ്ങാലോ. ശ്രീധരത്തിന്റെ കാര്യം നീയുടെ മുണ്ടിൽ പോകും. 2 ഇരട്ട കുട്ടികൾ. വയസ്സിന്റെ കാര്യം കണക്കാവും. 19, 20. അപ്പൊ വയസ്സിന്റെ കാര്യം ഓക്കെ. പിന്നെ ഏറ്റവും അവർ എടുത്തു പറഞ്ഞൊരു കാര്യം വെച്ചാൽ പെണ്ണിന്റെ പേര് ചെറിയ പേരായിരിക്കണം. ചെറിയ പേര്? കാരണം വലിയ പേര് നീട്ടി വലിച്ചുള്ള പേരൊന്നും വേണ്ടെന്നാ പറഞ്ഞേ. ചെറിയ പേരിന് പേടിയാ പോവാ? ചെറിയ പേരിലുണ്ടാവും. അത് ശരി, ചെറിയ പേര്. അപ്പൊ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പേര് ചെറുതായി പോയി എന്ന് പറയോ? എന്റെ ആശാനെ, കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഓൻ എന്ത് പേരോ വിളിച്ചോട്ടെ, സാറില്ല. കല്യാണം കഴിഞ്ഞാൽ നമ്മൾ പറയൊന്നും വേണ്ട, പേര് തനിയെ മാറ്റിക്കോളൂ. കല്യാണം കഴിഞ്ഞിട്ട് ഒരു 5-6 മാസം, 5-6 ഒരു 5.5 മാസം വരെ തേന്, പാല്, മുത്ത്, ചക്കര ഇങ്ങനെല്ലായിരിക്കും വിളി. അടുത്തിരിക്ക്, മടിയിലിരിക്ക് എന്നല്ലായിരിക്കും. നല്ല എക്സ്പീരിയൻസ് ആണല്ലേ പറയുന്ന കേൾക്കണം. കുറച്ച് നാളങ്ങോട്ട് കഴിഞ്ഞാല് പിന്നെ ഇവരെ വിളിയെല്ലാം എങ്ങനെയായിരിക്കും പറഞ്ഞാൽ ഡാഷ് മോളെ, ഡാഷ് ചക്കര, മൂദേവി, ഭദ്രകാളി ഇങ്ങനെയല്ലായിരിക്കും. ഓന്റെ പേരെന്താ? ഓന്റെ പേര് അരവി. അത് ശരി. അപ്പൊ അതാണ് പ്രശ്നം. ഓന്റെ പേര് ഒരക്ഷരം പോലും ഇല്ല. ഒരക്ഷരം ഇല്ലേ? ഏതക്ഷരം? 3 അക്ഷരമില്ലേ? ആ രവി. ഇംഗ്ലീഷിലെ ഒരു അക്ഷരാണ് വി. അതിനെ പകുതിയാക്കിയാലോ? അക്ഷരത്തിന് പകുതിയാക്കാൻ പറ്റുവാ? ഒരു ചാക്കരി പകുതിയാക്കിയാൽ എത്രയാ? അരച്ചാക്കരി. അപ്പൊ ഒരു വി പകുതിയാക്കിയാൽ എത്രയാ? അരവി. ഓന്റെ പേരെന്താ പറഞ്ഞത്? അരവി. അപ്പൊ അതിലും ചെറിയ പേര് ഓന് വേണം. അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി ആലോചിച്ചിട്ട് കാര്യമില്ല. ചെറിയ പേര്. അയ്യോ, ഇളക്കല്ല, പാർട്ടിനെ ഇളക്കല്ല. വിചാരിച്ച ആശാനെ അത് നടക്കൂല. കിട്ടി. കിട്ടിയാ? കിട്ടി. പേര് കിട്ടി. 20 വയസ്സ്. അതീവ സുന്ദരി. പേര് കിട്ടിയില്ലല്ലോ. പേര് എന്നാ ഒരൊറ്റ കുത്ത്. ആശാനെ തമാശ പറയില്ല, കാര്യം പറ. ബിന്ദു. അതാണ് കുത്ത് എന്ന് പറഞ്ഞത്. കുത്ത്, ബിന്ദു, ഡോട്ട്. അതിന്റെ അപ്പുറം ഒരു പേരും ചെറുതാൻ പറ്റില്ല. എന്റെ ആശാനെ, ഒരൊറ്റ ബിന്ദു, കുത്ത്.